ഓരോ മാത്മന ലോകമുണ്ടതിൽ എനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ ഓരോ മാസ്മര ലോക. ഏത് സിനിമയിലെ പാട്ടാടി ഇത്? സിനിമയിലെ പാട്ടോ? 10ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാറിന്റെ സർഗസംഗീതം. അങ്ങനെ ഒരു കവിതയുണ്ടോ മലയാള പുസ്തകത്തില്? അതറിയണെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം. ഇത്തവണ എന്തായാലും എന്റെ കൂടെ പരീക്ഷ എഴുന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല. പരീക്ഷ വരട്ടെ മോളെ, ഏട്ടൻ കാണിച്ചു തരാം. ഏത് നേരവും പുസ്തകം നിന്നുകൊണ്ട് നടക്കണം. നിന്നെക്കാളും മാർക്ക് വാങ്ങും ഏട്ടൻ. ഇത് എന്റെ കൂടെ ഫീസ് അടച്ചപ്പോഴും കേട്ടതാ. എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ആള് മുങ്ങി. ഓ, സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? ഇന്ന് ഗാനമേള മ്യൂസിക് നെറ്റ് ഒന്നുമില്ലേ? സാധകമൊക്കെ കഴിഞ്ഞോ? ബാക്കിയുള്ളവനും വല്ലതും ഉണ്ടാ? എന്താ അവൻ പറഞ്ഞത് ശരിയല്ലേ? നീ എത്ര തവണ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതാ? ഓരോ തവണയും പരീക്ഷയുടെ സമയമാകുമ്പോ ഓരോ കുലുമാല ഉണ്ടാവും. വെറുതെ ഫീസിന്റെ കാശ് കളയാന്നല്ലാണ്ട്. ഓ, കാശിനോടൊക്കെ എന്താ സ്നേഹം അമ്മയ്ക്ക്. അതമ്മേ, ഈ പഠിക്കാനും പാടാനൊക്കെയുള്ള ഒരു കഴിവ് ജനറ്റിക്കലായിട്ട് കിട്ടേണ്ടതാണ്. അത് തല്ലി പഠിപ്പിച്ചാലൊന്നും കിട്ടില്ലേ. പിന്നെ എങ്ങനെ പഴിപ്പിക്കണം? പറയട പൂത്തങ്കിരി. മോനെ സച്ചി. ആ, എന്താ യൂസൊക്കെ രാത്രിയില്? അത് മോനെ സച്ചി കേറിയിരിക്കെ. ഇവര് തൃപ്പൂണിത്തുറ മ്യൂസിക് ക്ലബിന്റെ ആൾക്കാരാ. ക്ലബിന്റെ ജൂബിലിയും അച്ഛന്റെ വാർഷികവും ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് ബന്ധാണോ? അതല്ല മോനെ, അന്ന് മറ്റു പരിപാടികളോടൊപ്പം അച്ഛന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു ഗാനമേള നടത്തുന്നുണ്ട് ഇവര്. യേശുദാസാണ് ഉദ്ഘാടകൻ. രവീന്ദ്രനാഥ് മാഷിന്റെ പരിപാടിയാവുമ്പോ ദാസേട്ടൻ വരാതിരിക്കില്ലല്ലോ. രവീന്ദ്രനാഥ് മാഷിന്റെ മകൻ നന്നായി പാടുമെന്ന് സൈകാള് പറഞ്ഞു. അതെന്നെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി അല്ലേ സൈകാൾക്ക? അല്ല, ആള് മാറിയിട്ടൊന്നുമില്ല. അവരുദ്ദേശിച്ച സച്ചിമോനെ തന്നെയാ. ഞാൻ പാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? താൻ കേട്ടോ? ഇല്ല. നിങ്ങൾ കേട്ടോ? ഇല്ല. അപ്പൊ ഇയാളുടെ വാക്കും കേട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തു അല്ലേ? കഷ്ടം. അതെ, ഞാൻ പാടില്ല എന്ന് മാത്രമല്ല, പാടണേം പാട്ടുണ്ടാക്കണ ഒരുത്തനും എനിക്ക് തീരെ താല്പര്യമില്ല. പണ്ടൊരാൾ തോന്നിയ പോലെ പാട്ടുണ്ടാക്കി നടന്നോണ്ടാ ഇന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇനി ഞാനും ഒരു കലാകാരന്റെ വേഷം കെട്ടി കള്ളും കുടിച്ച് തോന്നിയസം കാട്ടി നടക്കുന്നത് കാണണോ അല്ലേ? എന്നെ വിട്ടേക്ക് മാഷെ. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടില്ല എന്ന് ശബ്ദം ചെയ്ത് നടക്കണം എന്റെ ശബ്ദം തെറ്റിക്കാൻ. നിങ്ങളല്ല നിങ്ങളുടെ അപ്പൂപ്പന്മാര് വരച്ചാൽ നടക്കില്ല. വേഗം എഴുന്നേറ്റ് പെട്ടെന്ന് സ്ഥലം കാലിക്ക്. ഞങ്ങളെ ഈ പ്രസംഗവും കേൾപ്പിച്ച് ഇൻസൾട്ട് ചെയ്യാനാണോ താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന്? അഡ്വാൻസ് വാങ്ങിച്ച കാശും തന്നേക്ക്, ഞങ്ങൾ പോയിക്കോളാം. അഡ്വാൻസോ? എന്ത് അഡ്വാൻസ്? അത് മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും പാടിക്കാമെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ട് എവരുടെ കുറച്ച് കാശ് ഞാൻ വാങ്ങിച്ചു. ഓഹ്, മുട്ടിപ്പിക്കെല്ലാരും കൂടി എന്നെ. വലിയ പ്രാരാബ്ദം ഇല്ലാതെ ഒരു കുടുംബം നോക്കാനുള്ള കാശൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇതത് പോരല്ലോ. കലാകാരൻ ബാക്കി വെച്ചിട്ട് പോയ കടബാധ്യതകളും മാനക്കേടും ഇതൊക്കെ ഞാൻ തന്നെ ചുമക്കണമല്ലോ. കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ അവിടെ തിരിച്ചു കൊടുത്തേക്ക്. അതെന്റെ ഏത് ചെലവായി മോനെ? ചെലവായെങ്കിൽ കട്ടട്ടോ പിടിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തേക്ക്. എന്നെ കാക്കണ്ട. അച്ചോട്ടാ, അച്ചോട്ടൻ ഇപ്പൊ പോയിക്കോ. കാശ് ഞാനെങ്കിൽ എത്തിക്കാം. ശരി. ഓ, ഐസാബിക്ക് ഹോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തിട്ട് 2 മാസമായി. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്നായപ്പോ നിവർത്തിയില്ലാണ്ട് ഞാൻ. ഒന്നും ഓർമ്മിപ്പിക്കായിരുന്നില്ലേ യൂസുക്ക? നമുക്ക് എവിടെന്നെങ്കിലും മേടിച്ച് അയച്ചു കൊടുക്കായിരുന്നല്ലോ. ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ മോളെ നേഴ്സിംഗ് നേർത്തത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോൻ ബേജാറടിക്കണ്ട. 1000 ഉറുപ്പ്യന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഉണ്ടായിക്കോളാം എങ്ങനെങ്കിലും. മോനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഒരു ധൈര്യത്തിൽ ഞാൻ ഏറ്റുപോയെന്നേ ഉള്ളൂ. സാരല്ല, പോട്ടെ. സൈകാളിക്കടയിൽ ഇപ്പൊ അവിടുന്ന് കാശുണ്ടാവല്ലേ? ഏട്ടന് കമ്മലെന്ന് പറട്ടെ. ഇപ്പൊ തൽക്കാലം ഏട്ടന്റെ കയ്യിൽ വേറെ വഴിയില്ല. സാരില്ലേട്ടാ, അല്ലെങ്കിൽ സ്വർണ്ണ കമ്മലിട്ടാ അപ്പ എന്റെ കാത് പഴുക്കും. വേണ്ട മോനെ, നമുക്ക് വേറെ വഴി നോക്കാം. സാരമില്ല യൂസുക്ക, എനിക്ക് ഇവളും ഐഷാബിയും ഒരേപോലെയല്ലേ? ഇരിക്കുന്നുണ്ടില്ലേ മണവാട്ടിയെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട്. ഇങ്ങനെ എന്തിന്റെ കേടാ? രക്തം കൊടുത്തിട്ട് കിട്ടിയ കാശോട്ടാ കള്ളു കുടിച്ചിട്ട് വന്നിരിക്കണ. ഇതിനു മുമ്പ് കുടുംബാസൂത്രനായിരുന്നു. അന്ന് അതിന് കിട്ടിയ ബക്കറ്റ് വരെ വിറ്റിട്ട് കള്ളു കുടിച്ച ആളാ. ഇനി കിഡ്നി ആവും വെക്കുക. യോ മോനെ, അങ്ങനെ ആണെങ്കിൽ ഇനി അവന്റെ കിഡ്നി നമ്മൾ ആരെങ്കിലും വാങ്ങിച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആ കിഡ്നി ചട്നിയായി കാണും. യോ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഭാസ്കരേട്ടാ? ഇന്ന് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കും. ആരെങ്കിലും വാങ്ങിച്ചു തന്നാ ഇനിയും കുടിക്കും. എന്നാ നീ എന്റെ കൂടെ വാ, ഞാൻ വാങ്ങിച്ചു തരാം. അവിടെ ഇരിക്കാൻ ഇല്ലേ? മോന്റെ അച്ഛന്റെ അന്നെടുത്ത പ്രോഗ്രാം ഉണ്ടല്ലോ, അത് TV കണ്ടപ്പോ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി. അപ്പോഴേ തോന്നി ഇന്ന് ഫുൾ ടാങ്കിലായിരിക്കും തിരിച്ചു വരവന്നു. രവിയേട്ടൻ പോയിട്ട് 10 കൊല്ലം തികയണ ദിവസം. ആ ഓർമ്മകള് തകട്ടി വന്നപ്പോ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ലടാ മോനെ. ഓ, ബാക്കി ഒറ്റ ദിവസം തൊടാറില്ലല്ലോ. ആ അച്ഛന്റെ ഈ മോനില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് എന്തിനാ? നിനക്ക് അച്ഛനോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ നീ കുടിക്കാത്തത്. പക്ഷെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കുടിച്ചിരുന്നത്. മോനെ,
കുടിയന്മാരുടെ ചങ്ക് കിള്ളി പൊളിച്ച് നോക്കിയാ അത് മുഴുവൻ സ്നേഹമായിരിക്കടാ, സ്നേഹം. ഇങ്ങേരോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തെരയണം. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. താനെന്താ വൈകിയത്? ഞാൻ എപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ. എടോ, സംഗതി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ. കൃത്യനിഷ്ഠ പാലിക്കണം. ഞങ്ങളുടെ തൊഴിൽ പോയപ്പോ നേതാവിന് ഒരു തൊഴിലായി. എടോ, താൻ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല. വിളിയണോ മുദ്രാവാക്യം? ധീര വീര നേതാവേ, ധീരതയോട് നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. മിഠായിയാണ്, 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 മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഒന്നിന് താൻ മുദ്രാവാക്യം വിളിയിടോ. ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ല് ചെല്ല്, ഇവിടെ നാറ്റിക്കണ്ട, ചെല്ല്. വിജയം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും, സമരം എന്താ വല്ല രക്ഷ ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു, പോയി നോക്കാം. വിട്. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. വെടിയുടെ മുന്നിൽ എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കിട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയത്? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കിട്ടും. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണേ, നിന്റെ പാന്റും പിടിക്കണേ. പെണ്ണുങ്ങള് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ ഇതെന്ത് ഉള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരിസരത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി. നിനക്ക് ഇത് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞേ. ഓ, ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കൊറേ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്ക്. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല, ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നതല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ.
ഒന്നിങ്ങ വന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതഴിച്ച് ഇങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലമായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ വല്ല പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ, നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ, നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഇങ്ങനെ അങ്ങനെ തലയേറ്റാ മതി. കുറച്ച് എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. നാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, മുഖടിച്ചൊന്നും വീഴല്ലേ. ഓ കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ടാ കുളിക്കാണ്ട് കയറി നിരുന്നോ. വെൽക്കം. Hey, look at the funny chat, baby. ഹായ്. Hey, rabbit. ഓ എല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ. കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു കണ്ടു. ഏതടാ കൂടെയുള്ള ഐശ്വര്യ റോയ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ, അല്ലെങ്കിൽ എന്റെ കൂടെ പോവോ? Step in, darling. താങ്ക് യു. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണോർന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചാണ്ട കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ടാ കഴിവറമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ നൂര്. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ പോടാ. Please, one pizza and 2 cokes. ആരെ ചില്ലോട് കൊടുന്ന് വെച്ച. That's enough. Okay. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് റൂബർ ഉണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനോടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഡോണ്ട് ഡിസ്റ്റർബ് us. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. Oh, poor chap. Give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ട ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു. തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയെ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് മാറിപ്പോവില്ലേ? ആ, വരണ്ട്. ഓ, ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്തർവൻ. എന്തെല്ലാം ഇരുട്ടിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല.
അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ ആ. അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ നീയപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ദേ ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരുന്ന്. നീ പറഞ്ഞില്ലേടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിൽ കൂടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അയ്യോ എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല ഓട്ടകൾ അടിക്കാൻ ഇതാണ് ഏട്ടാ ഇരിട്ടടി എന്ന് പറഞ്ഞ. അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടപ്പോ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് കേട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ.